നമസ്കാരം. നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. 113ാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഹിന്ദു ഏകതാ സമ്മേളനം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ധർമ്മം എന്ന് പറയുമ്പോൾ അത് സമദൃഷ്ടിയുടേതാണ്. അതുകൊണ്ട് കലഹത്തിന് യാതൊരു സാധ്യതയുമില്ല. കലഹം എപ്പോഴാണ്, വഴക്കെപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ കാണുന്ന വ്യത്യസ്തതകളിലൂന്നി നിന്നുകൊണ്ട്, എല്ലാം വ്യത്യസ്തങ്ങളാണ് നമ്മുടെ ചുറ്റുപാട്, നമ്മൾ പലതായിട്ടാണ് കാണുന്നത്. പല രീതിയിലുള്ള വേഷവിധാനം, പല രീതിയിലുള്ള ആചാരവിശ്വാസങ്ങൾ, പല രീതിയിലുള്ള വേഷവിധാനങ്ങളെല്ലാമായിട്ട്, അതേപോലെ പല തത്വജ്ഞാനങ്ങൾ, പല ഗുരുക്കന്മാർ, പല ഗ്രന്ഥങ്ങൾ, അവരവരുടേതായ ഗ്രന്ഥങ്ങളാണ് ശ്രേഷ്ഠം, തങ്ങളുടേതായ വിശ്വാസമാണ് ശ്രേഷ്ഠം എന്ന് പറയുമ്പോഴാണ് അതിൽ സംഘർഷം ഉണ്ടാകുന്നത്. ഇത് സ്വാഭാവികമാണ്. ഇത്തരം അനേകം തരത്തിലുള്ള ആചാരവിശ്വാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ദേശകാല പരിസ്ഥിതി അനുസരിച്ചാണ്, ഓരോ ദേശത്തിന്റെയും ഓരോ കാലത്തിന്റെയും പരിസ്ഥിതിക്കനുസരിച്ചിട്ടാണ് ഇതൊക്കെയും വികസിച്ച് വരുന്നത്. പക്ഷേ നമ്മുടെ ധർമ്മത്തിന്റെ പ്രത്യേകത അത് സനാതനമാണ്. സനാതനമായ ആ ധർമ്മത്തിന്റെ വ്യാഖ്യാനമാണ് ഇവിടെ ഇപ്പോ പ്രകാശനം ചെയ്ത ശ്രീനാരായണ സ്മൃതിയുടെ ഭാഷ്യം എന്ന് പറയുന്ന ഗ്രന്ഥം. സനാതന ധർമ്മത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചിട്ടയോടുകൂടി വ്യാഖ്യാനിച്ച് നമ്മളുടെ മുന്നിൽ തന്നിരിക്കുന്നത്. അതിന്റെ ഉപദേശമാണ് അതിൽ ഉള്ളത്. സനാതന ധർമ്മത്തിന്റെ ആ പ്രത്യേകത അതെല്ലാറ്റിനെയും ഒന്നായി കാണുന്നു. ആ സനാതന പരമ്പരയിൽപ്പെട്ട സർവ്വ ഋഷി ശ്രേഷ്ഠന്മാരും, ശ്രീനാരായണ ഗുരുദേവനായാലും മറ്റെല്ലാ ഋഷി ശ്രേഷ്ഠന്മാരും, ഈ ആചാരവിശ്വാസങ്ങളുടെ വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഉപരിയായി നമ്മളെ കൂട്ടിച്ചേർത്ത് നിർത്തുന്നതായ, നമ്മളെ ധരിച്ചു നിൽക്കുന്നതായ, താങ്ങി നിർത്തുന്നതായ ഒരു ധർമ്മത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഊന്നി പറയുന്നു. അതാണ് നമ്മുടെ ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ധർമ്മത്തിന്റെ പ്രത്യേകത. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, there is a religion top of all religions. എല്ലാ മതങ്ങളുടെയും മേലെയുള്ള ഒരു ധർമ്മം എന്ന് സാധാരണ പറയാറുണ്ട്. ഇതിനുള്ള ഈ വ്യത്യസ്തതകളുടെ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശകാല പരിതസ്ഥിതിയാണ്. നമ്മളുടെ ബാഹ്യമായ ആചാരങ്ങളെ ബാധിക്കുന്നത് ദേശവും കാലവും സാഹചര്യവുമാണ്. ഉദാഹരണത്തിന്, ഇവിടെ ഇരിക്കുന്ന ഒരാളും സ്വെറ്റർ ധരിച്ചിട്ടല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രയാഗിൽ കുംഭമേള നടക്കുകയാണ്. അവിടെ ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാവരും സ്വെറ്റർ ധരിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അവിടുന്നുള്ള ആരെങ്കിലും ഇവിടെ കേരളത്തിലെ പരിപാടിയിൽ വന്നാൽ ഇവിടെ നമ്മളെല്ലാം പോലെ സാധാരണഗതിയിലുള്ള വസ്ത്രം ധരിച്ച് അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇങ്ങനെ നമ്മുടെ പെരുമാറ്റത്തിൽ ദേശകാലങ്ങൾക്ക് അനുസൃതമായ വ്യത്യസ്തത ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇതിനെല്ലാം ഉപരിയായി നിന്നുകൊണ്ട് ഇതിനെയെല്ലാം നിയമിക്കുന്ന ഒരു ധർമ്മം, അതാണ് സനാതന ധർമ്മം. അത് നമ്മുടെ ഓരോ സന്യാസി ശ്രേഷ്ഠനും നമ്മുടെ പൂർവികന്മാരും അതിനെ മഹത്തരമായി വർണ്ണിച്ച് നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്, വ്യാഖ്യാനിച്ച് നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. ധർമ്മം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ പരിപൂർണമായ അർത്ഥം ധരിക്കുന്നത്, താങ്ങി നിർത്തുന്നത് എന്നതാണ്. സംസ്കൃതത്തിൽ പറയും, ധാരണാ ധർമ്മമിത്യാഹു ധർമ്മോ ധാരയതി പ്രജ. എല്ലാ വ്യക്തിയെയും ഒരുമിച്ച് നിർത്തുന്ന, ഒന്നാക്കി നിർത്തുന്ന ആ വിശിഷ്ട നിയമത്തിനാണ്, അതാകട്ടെ സൃഷ്ടിയുടെ പ്രാരംഭം മുതലേ തന്നെ തുടരുന്നതായ ഒരു ശ്രേഷ്ഠമായ നിയമമാണ്, സനാതനമായ നിയമമാണ്. അതാണ് നമ്മുടെ നാട്ടിൽ എല്ലാറ്റിലും ഒരേ ചൈതന്യത്തെ കാണുന്ന ഒരു പ്രത്യേകത. കാൽക്കീഴിലെ ഒരു തരി മണ്ണു മുതൽ വലിയ ഗ്രഹങ്ങൾ വരെ ഒരേ തരത്തിലുള്ള ചൈതന്യമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒരുപോലെയാണ് എന്ന് കാണുന്നു. സാധാരണ കീടം, കൃമികീടം മുതൽ അതിബുദ്ധിമാനായ മനുഷ്യൻ വരെ എല്ലാവരുടെയും ഉള്ളിൽ, ഓരോ ജഡത്തിന്റെയും ഉള്ളിലുള്ള ജഡചേതനകൾ ഒന്നാണ് എന്ന ആ വിശിഷ്ടമായ വിശ്വാസ പ്രമാണമാണ് നമ്മൾ പറയുന്ന സനാതന ധർമ്മം എന്ന ആ ചിരന്തന നിയമത്തിൽ നിലകൊള്ളുന്നത്. ആ ശാശ്വതമായ നിയമത്തെയാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്ന ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. इस धर्म का आचरण करना, अपने अपने संप्रदाय ने जो बताया उसको श्रद्धापूर्वक आचरण करना, लेकिन उस सनातन धर्म की चौखट को याद रखना. उसका वर्णन श्रीमद् भागवतम में धर्म के 4 पैर है: सत्य, करुणा, शुचिता, तपस. परिश्रम पूर्वक अपने चित्त की शुद्धि करते हुए, सबके प्रति अपनापन रखते हुए, करुणा का व्यवहार करते हुए सत्य को प्राप्त करना,
इस चौखट में जो जो है वो धर्म है। देश काल परिस्थिति बदल जाती है तो आचार धर्म की कुछ बातें इस चौखट के बाहर जाती है, उनको छोड़ना चाहिए और इसलिए स्मृतियां बनती है। देश काल परिस्थिति के परिवर्तन के अनुसार आचार धर्म के परिवर्तन के लिए श्री नारायण स्मृति में प्रकट रूप से इसका पुरस्कार किया है कि भेद सब छोड़ो, जात पात भेद नहीं है, भेदपूर्वक आचरण मत करो, सब अपने हैं, कोई उच्च नीच नहीं है, सबको समान अवसर होना चाहिए। ये काल की आवश्यकता है। सत्य करुणा शुचिता तपस की चौखट में अस्पृश्यता नहीं है, ऊंच नीच का भेद नहीं है, इसने ये नहीं करना इसने वो नहीं करना, ऐसा निषेध नहीं है। ऐसा अगर है तो वो आज अधर्म है। ये विवेक धर्म का करके अपने अपने मार्ग पर श्रद्धा से चलो, दूसरों के मार्ग का भी उतना ही सम्मान करो, उतनी ही श्रद्धा रखो। ये धर्म बताता है, वो धर्म हिंदू का स्वभाव है और इसलिए हिंदू एक होगा तो विश्व कल्याण होगा। लेकिन हिंदू एक होगा कैसे? इतना विशाल हिंदू समाज इतने दिनों से विभक्त होकर आपस में लड़ रहा है, वो एक होगा कैसे? ഈ ധർമ്മത്തെ നമ്മൾ കൃത്യമായി വിലയിരുത്തണം. അവരവരുടെ ധർമ്മത്തെ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ആ മാർഗത്തിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അതാണ് ധർമ്മം. ഭാഗവതം ധർമ്മത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും, അതിന്റെ ഒരു ചട്ടക്കൂടിനെ നിർണയിക്കുന്നുണ്ട്. സത്യം, കരുണ, ശുചിത്വം, തപസ്, ഇത് നാലുമാണ് ധർമ്മത്തിന്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ നാല് തൂണുകൾ. അതിലാണ് ധർമ്മം നിലനിൽക്കുന്നത്. ഇത് പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മത്തിന്റെ ഈ ചട്ടക്കൂടിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ധർമ്മത്തെ പാലിച്ചു മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് ധർമാനുഷ്ഠാനമാണ്. എന്നാൽ ഏതെങ്കിലും കാര്യം നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ധർമാചരണത്തിൽ ഈ ചട്ടക്കൂടിന് പുറത്താണ് അത് എങ്കിൽ ഒരു സംശയവും വേണ്ട, അതിനെ ഉപേക്ഷിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. ഈ ധർമ്മത്തിന്റെ ചട്ടക്കൂടിന് പുറത്താണ് എങ്കിൽ. ശ്രീനാരായണ സ്മൃതിയിൽ ഗുരുദേവൻ വർണ്ണിക്കുന്നതും ഇത് തന്നെയാണ്. അദ്ദേഹം പറയുന്നു, ജാതിഭേദം, ഉച്ചനീചത്വം, തൊട്ടുകൂടായ്മ ഇത്യാദി എല്ലാം തന്നെ ഈ ധർമ്മത്തിന്റെ ചട്ടക്കൂടിന് പുറത്തുള്ളവയാണ്. അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണം, അത് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. സത്യവും കരുണയും ശുചിത്വവും തപസ്സും അതിന്റെ ഉള്ളിൽ ഒരു കാരണവശാലും അസ്പൃശ്യത, തൊട്ടുകൂടായ്മയില്ല. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ഭേദമില്ല. അതുകൊണ്ട് ആ ജാതി ചിന്ത ധർമാനുഷ്ഠാനത്തിൻ്റെതായ ചട്ടക്കൂടിന് പുറത്താകിയാൽ അതിനെ നമ്മൾ ഉപേക്ഷിക്കണം. അത് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ആചാരങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മൾ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അവരവരുടെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു വസ്തുതയെ നമ്മൾ എല്ലാവരും ധരിച്ചിരിക്കണം. ഇതാണ് ഹിന്ദുധർമ്മത്തിന്റെ സ്വഭാവം എന്ന് നേരത്തെ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഈ ഹിന്ദു ധർമ്മം എന്നത് സമ്പൂർണ്ണ വിശ്വത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹിന്ദു, ഇങ്ങനെയുള്ള ഹിന്ദു, ഇത്തരം സ്വഭാവത്തോടു കൂടിയ ഹിന്ദു എങ്ങനെയാണ് ഒരുമിക്കുക സാധ്യമാവുന്നത് എങ്ങനെയാണ്? കാരണം കാലങ്ങളായി ഹിന്ദു സമൂഹം വിഘടിച്ചു തന്നെ നിൽക്കുകയാണ്, വേറെയായി നിൽക്കുകയാണ്. അതിനെ സംഘടിപ്പിക്കാനുള്ള മാർഗം എന്താണ്? അതാണ് ചിന്തിക്കാനുള്ളത്. तो पहला उपाय है आत्म परिचय याद रखना। उससे दो बातें होती है, शक्ति जागृत होती है, एकता का भी भान आता है। हनुमान जी दक्षिण सागर के तट पर निराश होकर बैठ गए सब वानर वीरों के साथ। समुद्र पार कौन जा सकता है? जांबुवान वृद्ध हो गए, अंगद राजकुमार है, उसको भेज नहीं सकते, बाकी सब लोग पूरा 100 योजन जाके वापस नहीं आ सकते, कौन जाएगा? हनुमान की अपनी शक्ति थी, लेकिन वो अपने परिचय को भूल गए थे। तब जांबवान जी ने हनुमान जी को उन्हीं का परिचय बताया। जब उनको स्मरण हुआ अपने परिचय का तो उनकी शक्ति जागी
आकार पर्वताकार हो गया और महेंद्र पर्वत से छलांग लगाकर मार्ग में 4 विपदाओं का प्रतिकार करते हुए लंका पहुंचे, सीता जी को खोज लिया, राम का संदेश सुना दिया, रावण के सारे राजधानी का अता पता निकाल लिया, विभीषण जैसा मित्र खोज लिया और रावण को राम का संदेश सुनाकर रावण के और राक्षसों के मन में राम की सामर्थ्य की दाग बनाने के लिए लंका दहन करके वापस आ गए। इतना सारा पराक्रम एक आत्मविस्मृति के दूर होने से जागृत हुआ। हमको ये समझना चाहिए हम कौन है, हम हिंदू हैं, यानी हिंदू स्वभाव वाले हैं, अलग अलग दिखते हैं लेकिन एक ही धर्म को मानने वाले, क्योंकि धर्म तो एक ही है, वही मानव धर्म है, वही सनातन धर्म है, वही हिंदू धर्म कहलाता है। उसको मानने वाले हम लोग हैं। हमारे पास सत्य है, विविधता ऊपर की बात है, एकता अंदर का सत्य है। हमारे पास करुणा की दृष्टि है। रास्ते से मैं अभी कॉन्वॉय में जाना पड़ता है मुझे, तो कभी कभी रास्ते पर छोटे छोटे कुत्ते के बच्चे खेलते हैं, वो बीच में आ जाते हैं, हमारा कॉन्वॉय रुक जाता है, उनको इधर उधर होने देता है, फिर बीच में से जाता है। नागपुर में एक बार यूरोपियन प्रतिनिधि मंडल आया था और ऐसे ही बस से नागपुर घूमने के लिए जा रहे थे। ट्रैफिक लाइट के पास ट्रैफिक लाइट हरा हो गया, लेकिन फिर भी गाड़ियां रुकी क्यों? तो एक कुत्ता जा रहा था, धीरे धीरे क्रॉस कर रहा था, उसके लिए सारा ट्रैफिक रुका था। वो जाने के बाद शुरू हो गया। यूरोपियन लोगों ने बताया ड्राइवर को कि हमारे वहां ऐसा होता तो हम उस कुत्ते को मार डालते, उस पर से ट्रक चलाते। നാട്ടുവാർത്തകൾ തുടരുന്നു. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ ഔദ്യോഗിക ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ കെ പി സുധീറും മുഖ്യ ശാസ്ത്രജ്ഞ ഡോക്ടർ റൂബി ജോൺ ആന്റോയും ചേർന്നാണ് ലോഗോ കൈമാറിയത്. 2022-23 സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച COEN നിലവിൽ തോന്നക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ക്യാമ്പസിലാണ് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചത്. പ്രകൃതിജന്യ പോഷകങ്ങളായ ന്യൂട്രാസ്യൂട്ടിക്കലുകളുടെ ഗുണങ്ങൾ വിലയിരുത്തുകയും ജൈവ സുരക്ഷ ഉറപ്പാക്കുകയും അനുയോജ്യമായവയെ വാണിജ്യവൽക്കരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് COENന്റെ ലക്ഷ്യം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വ്യാജ വെളിച്ചെണ്ണ ബ്രാൻഡുകൾ കേരളത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുകയാണെന്ന് കേരഫെഡ് ചെയർമാൻ വി ചാമുണ്ണി. കേരഫെഡിന്റെ കേരയോട് സാദൃശ്യമുള്ള പേരുകളും പാക്കിംഗും അനുകരിച്ച് നിരവധി വ്യാജ ബ്രാൻഡുകൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേര എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ്. സമാനമായ പേരോടുകൂടി സ്വകാര്യ കമ്പനികളുടെ കൃത്രിമമായിട്ടുള്ള വ്യാജ വെളിച്ചെണ്ണയൊക്കെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വില കുറച്ചു വെക്കുന്നുണ്ട് അവര്. അതിന്റെ കാരണം മോശമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപാദനം നടത്തി വില കുറച്ചു വെക്കുകയാണ്. ഇപ്പം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം കൊപ്പരയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് വില കൂട്ടേണ്ട സാഹചര്യം വന്ന് വില കൂട്ടി വിൽക്കുന്ന അവസ്ഥയുണ്ട്. ആ സന്ദർഭത്തിലും വില കുറച്ച് വ്യാജന്മാരെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും വേറൊരു തരത്തിലുള്ള കൃത്രിമവും മറ്റൊരു തരത്തിലുള്ള കൃത്രിമവും നടക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇതെന്നും കേരഫെഡ് ചെയർമാൻ പറഞ്ഞു. സംസ്ഥാന എനർജി മാനേജ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഈ മാസം 7 മുതൽ 9 വരെ തൈക്കാട് പോലീസ് ഗ്രൌണ്ടിൽ നടത്തുമെന്ന് എനർജി മാനേജ്മെന്റ് ഡയറക്ടർ ഹരികുമാർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെയും അന്താരാഷ്ട്രതല കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. പ്രവേശനം സൌജന്യമായിരിക്കുമെന്നും എനർജി മാനേജ്മെന്റ് ഡയറക്ടർ അറിയിച്ചു. കേരളത്തിലെ ഈ രാജ്യാന്തര ഊർജ്ജമേള കഴിഞ്ഞ വർഷവും ഇത് ഫെബ്രുവരി 7-ാം തീയതി EMCയുടെ ഫൗണ്ടേഷൻ ഡേ ആണ്. രാജ്യത്ത് ആദ്യമായിട്ട് ഊർജ്ജ സംരക്ഷണത്തിന് വേണ്ടി ഒരു സംസ്ഥാന സർക്കാർ
ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേരളത്തിലാണ് 1997 ഫെബ്രുവരി 7-ാം തീയതി. അതിൻ്റെ വച്ചിട്ട് ഫെബ്രുവരി 7-ാം തീയതി EMCയുടെ ഫൗണ്ടേഷൻ ഡേ ആയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. വിപുലമായിട്ടുള്ള സാങ്കേതിക സെമിനാറുകൾ സെഷനുകളോടൊപ്പം കേരള സംസ്ഥാന സ്കൂൾ സ്റ്റുഡൻസ് എനർജി കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 8500ഓളം സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന എനർജി ക്ലബിലെ കുട്ടികളുടെ വിവിധ മത്സരങ്ങളിൽ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിൽ പങ്കെടുത്ത് വിജയിച്ചു വരുന്നവരുടെ ഫൈനൽ മത്സരവും ഈ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ 7, 8, 9 തീയതികളിൽ നടക്കും. ലക്ഷദ്വീപിൽ വൈദ്യുതി സംരക്ഷണത്തിനായി വൈദ്യുതി ഉപകരണങ്ങളുടെ വിതരണം ആരംഭിച്ചു. ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ് പ്രക്രിയകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ ഓഫീസുകളിൽ എനർജി എഫിഷ്യൻസി ഇലക്ട്രിക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. എനർജി എഫിഷ്യൻസി ബ്യൂറോ, ലക്ഷദ്വീപ് വൈദ്യുതി വകുപ്പ്, ICF കൺസൾട്ടിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ സംയുക്തമായാണ് ദ്വീപുകളിൽ DSM പദ്ധതി നടപ്പിലാക്കുന്നത്. കവരത്തി ദ്വീപിൽ നടന്ന വൈദ്യുതി ഉപകരണ വിതരണ ചടങ്ങിൽ എനർജി എഫിഷ്യൻസി ബ്യൂറോ സെക്രട്ടറി മിലിന്ദ് ദിയോറ പങ്കെടുത്തു. ആന്ധ്രാപ്രദേശ്, കേരളം, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് DSM പദ്ധതി നിലവിൽ പുരോഗമിക്കുന്നതെന്ന് മിലിന്ദ് ദിയോറ പറഞ്ഞു. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് ഇന്ന് തുടക്കം. കനകക്കുന്നിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പതാക ഉയർത്തും. നാളെ ഗവർണർ രാജേന്ദ്ര ആലേക്കർ അക്ഷരോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. നാളെ മുതൽ 9 വരെ നടക്കുന്ന അക്ഷരോത്സവത്തിൽ 500-ലേറെ പേർ വിവിധ സംവാദ പരമ്പരകളിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ കനകക്കുന്ന് we have transformed the entire space into very nice venues. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആണ്. അവർ യുക്രൈനിൽ നിന്ന് തന്നെ 4 കവികളും എഴുത്തുകാരും ഉണ്ട് യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കാൻ. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ്, നമ്മൾ എക്സൈറ്റഡ് ആണ്. അന്തരിച്ച സാക്കിർ ഹുസൈന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയോടുകൂടിയായിരിക്കും അത് തുടങ്ങുക. മറ്റന്നാൾ നമ്മുടെ കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർ ആണ് ഈ ഫെസ്റ്റിവൽ ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി. അർബുദ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ച് ആരോഗ്യ ആനന്ദ സംഗമം വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും കുടുംബശ്രീയും ആരോഗ്യവകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംഗമം അർബുദ അതിജീവിത നിഷ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. അർബുദ പരിശോധനയും ചികിത്സയും നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം ലക്ഷ്യമിട്ട് നടന്ന ക്യാമ്പയിന്റെ ജില്ലാ ബ്രാൻഡ് അംബാസിഡറായി നിഷ ജോസ് കെ മാണിയെ കലക്ടർ ജോൺ വി സാമുവൽ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. അർബുദം കൃത്യസമയത്ത് തന്നെ കണ്ടുപിടിച്ചാൽ ആരോഗ്യവും ആനന്ദവും കൂടെ തന്നെ ഉണ്ടാകുമെന്നതിന് താൻ തന്നെയാണ് സാക്ഷ്യമെന്ന് നിഷ ജോസ് കെ മാണി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബമ്പർ ലോട്ടറി ഫലം പ്രഖ്യാപിച്ചു. XD 387132 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം. കണ്ണൂരിലെ ഇരിട്ടിയിലാണ് 20 കോടി രൂപ സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത്. അനീഷ് MG എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. നാട്ടുവാർത്തകൾ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്. നമസ്കാരം. മഴ ഇത് പ്രണയമഴ, മഴ ഇത് പ്രണയമഴ.